നീറ്റ് വിഷയത്തിൽ ഡൽഹിയിൽ പ്രതിഷേധം എന്ന വാർത്ത വരുന്നു. നിതിൻ അംബുജൻ അതിന്റെ വിശദാംശങ്ങൾ നൽകാനുണ്ട്. നിതിൻ എന്താണ് കൂടുതൽ വിവരങ്ങൾ? വേണു, ഈ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് NSUയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ നടക്കുന്നത്. ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലുള്ള വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. NSUയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും നിരവധി വിദ്യാർത്ഥികളുടെ എത്തിയിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം നേരത്തെ തന്നെ NSU പ്രഖ്യാപിച്ചിരുന്നു. തെരുവിലടക്കം പ്രതിഷേധം ഉയർത്തുമെന്ന് NSU പ്രഖ്യാപിച്ചതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വസതിയിൽ ഇത്തരമൊരു പ്രതിഷേധം NSU സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് SFI ഉൾപ്പെടെയുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളും സമാനമായ പ്രതിഷേധം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ NSU വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. വരുൺ, सुप्रीम कोर्ट में फैसला चल रहा है, लेकिन धर्मेंद्र प्रधान जी जानबूझकर NTA को बचा रहे हैं। वो क्यों NTA को बचा रहे हैं? उन्होंने कोचिंग एकेडमी से पैसा लिया है, इसलिए वो NTA को बचा रहे हैं। I want immediately Dharmendra Pradhan ji involved in this scam. I want he will resign or ban NTA immediately and conduct NEET re-exam. മന്ത്രിയുടെ രാജി തന്നെയാണ് ഇപ്പോൾ NSU ആവശ്യപ്പെടുന്നത്. എന്തായാലും വിദ്യാർത്ഥികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ദൃശ്യമാണ് വേണു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് NSU പല വിദ്യാർത്ഥി സംഘങ്ങളും പ്രതിഷേധം പ്രഖ്യാപിച്ചിരുന്നു, മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ വിദ്യാർത്ഥികളടക്കം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോയി. ഇനിയും ഇവിടെ പോലീസിന്റെ വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. നമുക്കറിയാം പല സെന്ററുകളും ഇത്തരത്തിൽ കോഴ വാങ്ങിയാണ് പ്രവർത്തിക്കുന്ന ആരോപണമാണ് NSU ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധം ഇപ്പോൾ ഇവിടെ തുടരുന്നു. ശക്തമായ സുരക്ഷാ വിന്യാസം ഈ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് NSUയുടെ നേതൃത്വത്തിൽ മാത്രമല്ല SFI അതോടൊപ്പം തന്നെ JNUവിലെ വിദ്യാർത്ഥി സംഘടനകളടക്കമുള്ള നിരവധി വിദ്യാർത്ഥി സംഘടനകളുമായി ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ശക്തമായ പ്രതിഷേധമായി തെരുവിൽ ഈ വിഷയം ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിക്ക് മുന്നിൽ നടക്കുന്നത്. വേണു, നിതിൻ, ഈ SFIയുടെ പ്രതിഷേധം എപ്പോഴാണ്? വേണു, ഉച്ചകഴിഞ്ഞ് 2 മണിയോടുകൂടിയാണ് SFI പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ വസതിക്ക് മുന്നിലും അതോടൊപ്പം തന്നെ മന്ത്രാലയത്തിന് മുന്നിലും ശാസ്ത്രി ഭവനിന് മുന്നിലുമാണ് പ്രതിഷേധം പ്രഖ്യാപിച്ചത്. അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നിപ്പോൾ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ NSUയും ഈ പ്രതിഷേധവുമായി ഇവിടെ രംഗത്ത് വന്നിരിക്കുന്നത്. വേണു, നിതിൻ അംബുജൻ തുടരുന്നുണ്ട്. നിതിൻ, ഇപ്പോ ഈ NSU പ്രവർത്തകരെ മുഴുവൻ അവിടെ നിന്ന് ഒഴിപ്പിച്ചോ പോലീസ്, അതോ ഇനിയും പ്രതിഷേധത്തിന്റെ സാധ്യതയുണ്ടോ അവിടെ? വേണു, ഇവിടെ എത്തിയ പ്രതിഷേധക്കാരെ മുഴുവൻ ഇപ്പോൾ പോലീസ് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 15-20 വരുന്ന NSU പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ്. ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബാരിക്കേഡുകൾ നിരത്തി പോലീസിന്റെ അടക്കം സുരക്ഷ ഇവിടെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇനിയും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ഇവിടെ തുടരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് SFIയും അതോടൊപ്പം തന്നെ മറ്റ് ഇടത് വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടെ തന്നെ മന്ത്രിയുടെ വസതിക്ക് മുന്നിലും അതോടൊപ്പം തന്നെ മന്ത്രാലയത്തിലുമാണ് ആ പ്രതിഷേധം ആഹ്വാനം ചെയ്തത്. അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ NSUയുടെ പ്രതിഷേധം ഇവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ പോലീസ് ഇവിടെ വലിയ സുരക്ഷ ഒരുക്കുന്നു. അതോടൊപ്പം 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കൂടുതൽ സുരക്ഷയടക്കം വിന്യസിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് തീരുമാനം. അതിന്റെ ഭാഗമായുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ അല്പസമയം തന്നെ കണ്ടത്. NSU പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് ഇവിടെ നീക്കിയിട്ടുണ്ട്. എന്തായാലും മന്ത്രിയുടെ രാജിയാണ് NSU ആവശ്യപ്പെടുന്നത്. കാരണം ഈ ഒരു നീറ്റ് ക്രമക്കേട് അത് ഈ യുവാക്കളുടെ പ്രത്യേകിച്ചും ഭാവിയെ അടക്കം തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ മന്ത്രി ഉടൻ രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ NSU ഉന്നയിക്കുന്നത്. സമാനമായ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് SFIയും അതോടൊപ്പം തന്നെ മറ്റ് ഇടത് വിദ്യാർത്ഥികളും ഇന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വേണു, നിതിൻ, ഇന്ന് തന്നെയാണല്ലോ രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ വിദ്യാർത്ഥികളെ കാണുക. അതെപ്പോഴാണ്? അതിന്റെ വിശദാംശങ്ങളും എന്താണ്? വേണു, വൈകിട്ട് 4 മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് നീറ്റ്
വിദ്യാർത്ഥികളെ കാണാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പാർലമെന്റിലടക്കം ഈ വിഷയം ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനം. അതിന്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുക. അതിനുശേഷം അടുത്ത ആഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിലടക്കം ഈ വിഷയം ഉന്നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല നാളെ രാജ്യവ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ മൗനമാണ് ഇതിൽ പ്രധാനമായും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഒരു കാര്യം. ഈ മൗനം എന്തുകൊണ്ട് പ്രധാനമന്ത്രി തുടരുന്നു? കാരണം യുവാക്കളുടെ അടക്കം ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന ഇത്തരം ക്രമക്കേട് നടന്നിട്ടും പ്രധാനമന്ത്രി ഇപ്പോഴും മൗനം തുടരുന്നു. ഉടൻ തന്നെ മന്ത്രിയുടെ രാജി ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു രാജ്യവ്യാപക പ്രതിഷേധം എന്ന നിലയിൽ തന്നെയാണ് നാളെ കോൺഗ്രസ് ഇതിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ കൂടിക്കാഴ്ച നീറ്റ് വിദ്യാർത്ഥികളുടെ കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ 4 മണിയോടുകൂടി തന്നെ കാണാൻ പോകുന്നത്. പ്രിയങ്ക ഗാന്ധിയും ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ശക്തമായ പ്രതിഷേധവുമായി തെരുവിലും അതോടൊപ്പം തന്നെ പാർലമെന്റിലും ഈ വിഷയം സജീവമായി തന്നെ നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. NDA സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഈ ഒരു നീറ്റ് ക്രമക്കേടടക്കം ഉയർത്തിക്കാട്ടി പ്രതിഷേധമായി ഉയർത്തുക. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യം. ശരി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട NSUIയുടെ പ്രതിഷേധം, മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച NSUI പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം SFIയും അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കും. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.